Hello everyone, welcome to channel. Let's discuss an important topic. See, if a person is terminally ill and goes to hospital and discuss his health conditions and treatment with the doctors, സോ അവിടെ വെച്ചാൽ മനസ്സിലാക്കുകയാണ് ഒരു പഴയൊരു റിക്കവറി അവിടെ പോസിബിൾ അല്ല, അതുപോലെ പഴയൊരു ലൈഫിലേക്ക് അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹി ഹാസ് എ റൈറ്റ് ടു ഡിസൈഡ് വെദർ ഹി ഹാസ് ടു കണ്ടിന്യൂ ദ ട്രീറ്റ്മെന്റ് ഓർ നോട്ട്. ഇതൊരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞത്. ദെൻ വാട്ട് ഡസ് ഹി ഡു ഇഫ് ഈസ് നോട്ട് ഇൻ എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്, അതായത് ഒരു വെജിറ്റേറ്റീവ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല അയാളെങ്കിൽ അയാൾ എന്താണ് ചെയ്യുക? രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കും. ഒന്ന് അയാളുടെ കണ്ടീഷനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ്, അതൊക്കെ ഒരിക്കലും പഴയൊരു ലൈഫിലേക്ക് എത്താൻ സാധിക്കത്തില്ല, അതുപോലെ റിക്കവറി ഒരിക്കലും പോസിബിൾ അല്ല. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സസ്റ്റൈനിങ്, അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അതായത് ഒരു റിക്കവറി അവിടെ ഒരിക്കലും പോസിബിൾ അല്ല ആ ട്രീറ്റ്മെന്റും കൊണ്ട്. സോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് വാട്ട് ഈസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി പേഷ്യൻ്റ് ആണ്. സോ അവിടെയാണ് ഹിയർ കൺസ് എ ടോപ്പിക് യൂത്തനേഷ്യ. ഓക്കെ, സോ യൂത്തനേഷ്യ ഒരു കോമൺ ലാംഗ്വേജ് നമുക്ക് പറയാം മെർസി കില്ലിംഗ്. യൂത്തനേഷ്യ ഓഫ് ടു ടൈപ്സ്, ആക്റ്റീവ് യൂത്തനേഷ്യ ആൻഡ് പാസീവ് യൂത്തനേഷ്യ. ആക്റ്റീവ് യൂത്തനേഷ്യ, ആസ് ഇറ്റ് നെയിം സജസ്റ്റ്, that involves an act of doing something like by giving lethal injection, ഒരു ഡയറക്റ്റ് കില്ലിംഗ് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡിംഗ് ഇന്ത്യ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് എന്താണ് അത് ബാൻ ചെയ്തേക്കാണ്, ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഓക്കെ, എന്നാൽ പാസീവ് യൂത്തനേഷ്യയിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഡയറക്റ്റ് കില്ലിംഗ് ഇല്ല. എന്താണ് വിഡ്രോവൽ അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ഓഫ് മെഡിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ വിഡ്രോവൽ വിത്ത്ഹോൾഡേ ഉള്ളൂ, ഡയറക്റ്റ് കില്ലിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ അത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻ അരുണ ഷാംബോ ഗോസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ദ വെരി ഫസ്റ്റ് കേസ് സുപ്രീം കോടതി ലീഗലൈസ്ഡ് പാസീവ് യൂത്തനേഷ്യ. ഓക്കെ, സോ അതുപോലെ തന്നെ കുറച്ച് ഗൈഡ് ലൈൻസും കൂടി സുപ്രീം കോടതി കേസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദ നെക്സ്റ്റ് കേസ് ഇസ് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ്. ഇറ്റ്സ് അനദർ കേസ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ കോടതി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ഈസ് എ പാർട്ട് ഓഫ് ആർട്ടിക്കൽ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ യൂത്തനേഷ്യയ്ക്ക് കൊടുത്ത കേസാണ്. അതുപോലെ തന്നെ ലിവിംഗ് വില്ലിന് ഒരു ലീഗൽ ഡോക്യുമെന്റ് സ്റ്റേറ്റസും കൂടി കോടതി കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ട് ഇസ് എ ലിവിംഗ് വിൽ? ലിവിംഗ് വിൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഭാവിയിൽ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് കാരണോ എനിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്, അതായത് എനിക്ക് അപ്പോൾ ആ സമയത്ത് കൺസെന്റ് കൊടുക്കാൻ പറ്റത്തില്ല സിറ്റുവേഷൻ ആണ് എങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു വില്ല് പ്രിപ്പയർ ചെയ്യാം. അതായത് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ എനിക്ക് ഏത് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ, അല്ല എങ്കിൽ ആരാണ് ഓൺ ദ ബിഹാഫ് ഓഫ് മീ ആരാണ് എൻ്റെ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കേണ്ടതെന്നൊക്കെ ഒരു വില്ലാക്കാം. സോ ആ ഒരു ലിവിംഗ് വില്ല് വാലിഡ് ആണ്. അതിനൊരു ലീഗൽ സ്റ്റേറ്റസ് കൊണ്ടുവന്ന കേസാണ് കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഗൈഡ് ലൈൻസും എങ്ങനെയാണ് പാസീവ് യൂത്തനേഷ്യ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗൈഡ് ലൈൻസും കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ രണ്ട് കേസിലും ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പോസിബിൾ റിക്കവറി അവിടെ ഉണ്ട്, അതായത് റിക്കവറി ഒരിക്കലും അവിടെ പോസിബിൾ ആയിരിക്കരുത്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഉണ്ടായിരിക്കണം, അതായത് ഒന്നെങ്കിൽ ഒരു ലീഗൽ ഗാർഡിയന്റെ കൺസെന്റ് അല്ലെങ്കിൽ ഈ ലിവിംഗ് വില്ല് വഴി ഒരു കൺസെന്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം ഇൻഡിപെൻഡന്റ് ബോർഡ്സ്, മെഡിക്കൽ ബോർഡ്സ് ഉണ്ടായിരിക്കണം, അവർ വെരിഫൈ ചെയ്തിരിക്കണം ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത് അവിടെ ആവശ്യമാണെന്ന് നെസസറി ആണെന്ന് അവർ വെരിഫൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഡോക്യുമെന്റഡ് ആയിരിക്കണം, എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഗൈഡ് ലൈൻസ്, ഇത് ഫുൾ ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് ഇതാണ്. ആൻഡ് ദി നെക്സ്റ്റ് കേസ് ഈസ് ഹരീഷ് റാണയുടെ കേസ്. ഒരിക്കലും ഹരീഷ് റാണയുടെ കേസിലല്ല പാസീവ് യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്തത്, ഒരിക്കലും അത് തെറ്റാണ്. അരുണ ഷാംബോ ഗോസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിലാണ് നമ്മുടെ പാസീവ് യൂത്തനേഷ്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലീഗലൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ കേസിൽ. അതുകൊണ്ടാണ് അതൊരു ലീഗലൈസേഷൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഓർക്കുക, പാസീവ് യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്ത കേസ് അരുണ ഷാംബോ ഗോസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസാണ്. അത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊടുത്ത ഗൈഡ് ലൈൻസും മറ്റുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത കേസാണ് ഈ പറയുന്ന ഹരീഷ് റാണയുടെ കേസ്. അതായത് പുള്ളിക്കുള്ള എല്ലാ മെഡിക്കൽ സപ്പോർട്ടും റിമൂവ് അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാൻ കോടതി പറഞ്ഞ കേസ് തന്നെയാണ് ഇത്. ഓക്കെ, പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ കോടതി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മെഡിക്കലി അസിസ്റ്റഡ് ന്യൂട്രീഷൻ, ലൈക്ക് ട്യൂബിട്ടൊക്കെ കൊടുക്കുന്ന ന്യൂട്രീഷ്യൻസും ഈ പറയുന്ന മെഡിക്കൽ സപ്പോർട്ടിൽ ഇൻവോൾവ് ആണോ ഇല്ലയോ എന്നുള്ളത് വെരി ഇൻട്രസ്റ്റിംഗ്ലി കോടതി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ പറയുന്ന മെഡിക്കലി അസിസ്റ്റഡ് ന്യൂട്രീഷ്യൻസ് ഒക്കെ കൊടുക്കുന്നത് എന്താണ്, മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വിഡ്രോ അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ഈ മൂന്ന് കേസും യൂത്തനേഷ്യയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.